അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തദബ്ബുർ സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ ഖുർആൻ ചോദിച്ച ഒരു ചോദ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാന്നാണ് തോന്നുന്നത്. ഖുർആൻ പല സ്ഥലങ്ങളിൽ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, ഉറ്റാലോചിക്കുന്നില്ലേ എന്നൊക്കെ ഖുർആനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വചനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഞാനൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن أم على قلوب أقفالها. വളരെ ചെറിയ ഒരായത്താണ്. പക്ഷേ അള്ളാഹു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഉം. അഫല യതദബ്ബറൂന ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, തദബ്ബുർ തദബ്ബുർ നടത്തുന്നില്ലേ? നടത്തുന്നില്ലേ. അം അല ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ടിരിക്കുകയാണ് എന്നുള്ള രൂപത്തിലാണ് ഉം. അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് ഖുർആൻ ഈ സന്മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും ഈ കുലൂബ് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ശരീരത്തിൽ ഒരു ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു ഓർഗൻ ഉണ്ട്, അത് നന്നായാൽ മൊത്തം നന്നായി എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹൃദയം വെച്ച് ആലോചിക്കാത്തത് എന്നുള്ള ഒരു കാര്യം പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമുക്ക് ആലോചനയെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ആ നിലക്കുള്ള സന്മാർഗത്തിന് വേണ്ടി തേട്ടത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ വരുമ്പോഴും ചില ആളുകളൊക്കെ അവിടെ നിന്ന് സ്റ്റക്കാവും. അപ്പോൾ ഈ കുലൂബ് എന്ന് പറയുന്നത് എന്താണ്, ഉം. അല്ലെ, ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പൊതുവായ ഒരു കാര്യം, അതായത് ഈ തലച്ചോറാണ് എല്ലാ ഉം. ചിന്തയുടെയും കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുലൂബ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും പല ആളുകൾക്കും വരാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഖുർആൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ മാത്രമല്ല, ഇസ്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു കുലൂബ്, കൽബ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം, ബ്രെയിന് ശരിയാണ്, ബ്രെയിനിലാണ് ന്യൂറോണൽ ഫയറിങ്സ് നടക്കുന്നത്. നമുക്ക് കൃത്യമായി ഓരോ കാര്യങ്ങളും, അതായത് മെമ്മറി ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇന്ന സ്ഥലത്താണ് അത് ഫയറിങ് നടക്കുന്നത്, ന്യൂറോണൽ ഫയറിങ് നടക്കുന്നത്, ഇങ്ങനെയുള്ള ആ പ്രോസസ്സുകളെല്ലാം ബ്രെയിനിൽ നടക്കുന്ന കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. ന്യൂറോ സയൻസിൽ അത് തന്നെയാണ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, അതാണോ ചിന്തയുടെ കേന്ദ്രം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതെ. ഒരാളുടെ മനസ്സിന്റെ കേന്ദ്രം എന്നുള്ളത് അതാണോ, ആ ബ്രെയിൻ ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് യഥാർത്ഥത്തിൽ എവിടെയാണ് മനസ്സ്? മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവുണ്ടോ? അല്ലെങ്കിൽ അതിന് ആത്മാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവ് എവിടെയാണെന്ന് മനസ്സിലായല്ലോ അതിന്റെ കേന്ദ്രം എവിടെയാണെന്നുള്ളത് വരിക. അപ്പോൾ അവിടെ അത് ബ്രെയിനിൽ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എവിടെയാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നതല്ല എന്നുള്ളതാണ് പലപ്പോഴും വരുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു നല്ലൊരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മളെന്താ പറയാ? നല്ലൊരു ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണോ പറയാ? ഉം. ഒരിക്കലും ഒരു നന്നായി ബുദ്ധി, അതായത് നല്ല ബ്രെയിനിന് നല്ല പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാൾ നല്ല മനുഷ്യനായിക്കൊള്ളുന്നില്ല. അതെ. നല്ല മനുഷ്യൻ. അതെ. അപ്പോൾ ഇവിടെ ഖുർആൻ പറയുന്നത് എന്താ? നിങ്ങൾ നല്ലവരാവണം എന്നാണ്. നല്ലവരാവാൻ നിങ്ങളുടെ ബ്രെയിന് നന്നാവണം എന്ന്, അല്ലെങ്കിൽ ബ്രെയിന് നല്ല പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ നല്ല മനുഷ്യനാവില്ല എന്നുള്ളതാണ് അതിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ. മാത്രമല്ല ഖുർആൻ ഇപ്പോൾ ഇത് ഒരു ചോദ്യ രൂപത്തിലാണ് നമ്മളോട് ചോദിച്ചത്. അഫലാ യതദബ്ബറൂന, അവർ ചിന്തിക്കുന്നില്ലേ, അവർ ഉം. ഉറ്റാലോചിക്കുന്നില്ലേ. ഖുർആൻ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പറയുന്നുണ്ട്. ഉം. ഖുർആൻ എന്തിനാണ് പലപ്പോഴും വിമർശകന്മാർ ഖുർആനെ പറ്റി പറയുമ്പോൾ അവർ പറയാറുള്ളത്, നിങ്ങളിങ്ങനെ ആ മതം പറയുന്നത് അതിങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങി ഉം. നടക്കുന്ന ഉം. ആളുകളല്ലേ, ഉം. ഉം. മദ്രസ യെസ്. പൊട്ടന്മാരല്ലേ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. ഖുർആൻ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഖുർആൻ എന്തിനാണ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതി ഉം. എന്നാണ്. കിതാബുൻ, ഇതൊരു ഗ്രന്ഥമാണ്. അൻസൽനാഹു ഇലൈക, നബിയെ താങ്കളിലേക്ക് അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. മുബാറക്കുൻ, അനുഗ്രഹപൂർണ്ണമാണ്. ലിയദ്ദബ്ബറു ആയാതി, അവർ അതായത് സത്യവിശ്വാസികൾ അതിൽ ഉറ്റാലോചിക്കാൻ വേണ്ടി. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള സംഭവമല്ല, നേരെ മറിച്ച് ഉറ്റാലോചിച്ച് അതിന് അതിലുള്ള ആയാത്തുകൾ മനസ്സിലാക്കാൻ, അതാണ് ലിയദ്ദബ്ബറു ആയാതി, ഉം. അതിലുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതെ. എന്ന രൂപത്തിലാണ് യെസ്. പറയുന്നത്. അപ്പോൾ ആ ആലോചനയെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ചിന്തയെക്കുറിച്ച് നിരന്തരമായി പറയുന്നു. എന്നാൽ അതുവഴി പരിവർത്തിക്കപ്പെടേണ്ടത് മനസ്സാണ്, അല്ലെങ്കിൽ ഉം. ഹൃദയമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് പല ആളുകൾക്കും ഒരു സംശയമുള്ളത്. ഇനി ഈ കേന്ദ്രം എന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ഒരു ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ സാധാരണ നമ്മുടെ ബ്രെയിനിനെ
കമ്പയർ ചെയ്യാറുള്ളത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഏത് ഉം. പാർട്ടുമായിട്ടാണ് CPU ആയിട്ട് കമ്പയർ ചെയ്യും, സെൻട്രൽ പ്രോസസ്സിംഗ് അതെ. യൂണിറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജസ്റ്റ് അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു CPU-ലാണ് നമ്മുടെ ബ്രെയിനിലാണ് എല്ലാ ന്യൂറോണൽ ഫയറിങ്സും നടക്കുന്നത്, എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത്. ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത് എവിടെയാണ്? മോണിറ്ററിൽ നമ്മൾ കാണുന്നു. മോണിറ്ററിൽ നമ്മൾ കാണുന്നു, CPU-ലാണ് അതെ, അതെ, ആ നടക്കുന്നത്. പ്രോസസ്സുകൾ നടക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ മുസ്സിന് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഡിസൈൻ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ഇമേജ്, ആ ഐഡിയ ഫോം ചെയ്യുന്നത് എവിടെയാ? അതിന്റെ സെന്റർ എവിടെയാ? മുസ്സിന്റെ അതെ, മനസ്സിലാണ്, അതെ, അല്ലെ? മുസ്സിനാണ് അതിന്റെ സെന്റർ. പക്ഷെ അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാ? ഉം, ഈ CPU-ന്റെ അതെ, അകത്താണ്. അതെ, എന്ന് വെച്ചാൽ ഈ ഡിസൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സുകളെല്ലാം നടക്കുന്നത് CPU-ലാണ്. പക്ഷെ ഐഡിയയുടെ സെന്റർ എവിടെയാണ്? മുസ്സിനാണ്. അതെ, ഡിസൈനർ ആയിട്ടുള്ള അതെ. മുസ്സിനാണ്. ഇതുപോലെ നമ്മുടെ നമുക്കൊരു ചിന്ത ഉണ്ടാവുന്നു. ആ ചിന്തയുടെ പിന്നെ അങ്ങോട്ടേക്ക് ന്യൂറൽ ഫയർ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ, എല്ലാ ഫയറിങ്ങുകളും കൊടുക്കുന്നതും എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്ന അതിന്റെ സെന്റർ, അല്ലെങ്കിൽ ആ പ്രോസസ്സിംഗ് സെന്റർ എന്ന് പറയുന്നത് ബ്രെയിനാണ്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം. അതെ. അപ്പം പ്രോസസ്സിങ്ങുകൾ നടക്കുന്നത് ബ്രെയിനിൽ തന്നെയാണ്. എന്നാൽ അതിന്റെ ആ ഒരു ചിന്തയുടെ ഉറവിടം എവിടെയാണ് എന്നുള്ളിടത്താണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഒരു സയന്റിസം രൂപത്തിൽ പ്രോസസ്സ് നടക്കുന്നിടത്തല്ല അത് തന്നെയാണ് ചിന്തയുടെ കേന്ദ്രം എന്ന് പറയുന്നതിനപ്പുറത്ത്, നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മുടെ ചിന്തയുടെ ഉറവിടം. നമ്മൾ ഈ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഓരോ മനുഷ്യനുമുള്ള ആ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആ ചിന്ത, അതിന്റെ ഉറവിടം എവിടെ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അല്ലാതെ പ്രോസസ്സ് നടക്കുന്നത് ബ്രെയിനിലാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല, അതെ. അല്ലെങ്കിൽ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന്റെ സെന്റർ എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പോലും ശാസ്ത്രലോകത്തും ഒന്നും കൃത്യമായി നിർവചിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ കോൺഷ്യസ്നസ് അതെ. എന്ന് പറയുന്നത്. കോൺഷ്യസ്നസ് എന്താണ്? എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ തിങ്സിൽ നിന്നും ഒരു ഇമ്മെറ്റീരിയലായ ഒരു അതെ. കോൺഷ്യസ്നസ് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെ ഒരു ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ്. എവല്യൂഷണറി ബയോളജി ഒക്കെ ആ, ആ, പഠിക്കുമ്പോൾ അതെ. അതിലൊക്കെ ഉള്ള അതെ, അതെ. പ്രധാനപ്പെട്ട ഒരു അപ്പോൾ ഒരു ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഹാർഡ് പ്രോബ്ലമായി അവിടെ നിൽക്കുന്നു. ആ കോൺഷ്യസ്നസിന്റെ സെന്റർ എവിടെ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതെ. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള, അത്രയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് ആ ബ്രെയിനിൽ കുറേ ഫയറിങ്ങുകൾ നടക്കുന്ന നമുക്കറിയാലോ, ബ്രെയിനിൽ കുറേ പ്രോസസ്സുകൾ നടക്കുന്ന നമുക്കറിയാലോ, എങ്കിൽ പിന്നെ അത് തന്നെയാണ് സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ ധാരണയില്ലാത്തത് കൊണ്ടുമാണ് അങ്ങനെ വരുന്നതെന്നുള്ളതാണ്. പിന്നെ വേറെ പലപ്പോഴും ഈ സയന്റിസം ബാധിച്ച ആൾക്കാരൊക്കെ പറയുന്ന വേറൊരു ന്യായം ഈ വിഷയത്തിൽ പറയുന്നത് കേട്ടെന്താ വെച്ചാൽ, ശരിയാണ്, നമുക്ക് ഈ മനസ്സ്, ആത്മാവ് ഇതൊന്നും നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനൊന്നും ഉണ്ടോ എന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഒരു വ്യ ഇത്രത്തോളം വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പൊ ആത്മാവ് മാത്രമല്ല, ഈ മനഃശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു വിജ്ഞാന ആ, ശാഖയെ തന്നെ തള്ളി പറയുന്ന ആളുകൾ. അതെ, അതെ. സൈക്കോളജി ഒരു സ്യൂഡോ സയൻസ് ആണ്. ആ, മനസ്സ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല അതെ, എന്നുള്ള രൂപത്തിൽ. മനസ്സില്ല. അതെ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, അവര് പിന്നെ കുറച്ചുകൂടി ഒരു 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 നാച്ചുറലിസം, ആ, ഒരു ഫിലോസഫിക്കൽ നാച്ചുറലിസം അഡോപ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു മെത്തഡോളജിക്കൽ നാച്ചുറലിസം വെച്ചിട്ടാണ് നമ്മൾ സയൻസ് പഠിക്കുക. പക്ഷെ അതിനെ ഒരു ഫിലോസഫിക്കൽ നാച്ചുറലിസമായി അഡോപ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ബ്രെയിനിൽ നടക്കുന്നതായിട്ട് അറിയാം. ആ പ്രോസസ്സുകളുടെ എല്ലാം ഒരു ആകത്തുക മാത്രമാണ് നമ്മൾ എന്ന് പറയുന്ന അതെ. ഐ എന്ന് പറഞ്ഞ ഞാൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു സെൽഫ് ഉണ്ടല്ലോ. ആ സെൽഫ് എന്ന് പറയുന്നത് എൻ്റെ കുറെ പ്രോസസ്സുകളുടെ ആകത്തുക മാത്രമാണ് എന്നവർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ശരിയാണ്, എന്താ, കുറെ പ്രോസസ്സുകൾ നടക്കുന്നു, ആ പ്രോസസ്സുകളുടെ എല്ലാം സെന്റർ ബ്രെയിനാണ്. അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ തന്നെയാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണ്. നിങ്ങൾക്ക് ആത്മാവില്ല, മനസ്സില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു ശരീരവും ആത്മാവും എന്ന് പറഞ്ഞിട്ടൊരു വ്യത്യാസമില്ല എന്നൊക്കെയുള്ള നിങ്ങളുടെ കുറെ അസംഷൻസ് വെച്ചിട്ട് അത് ആദ്യം നേരെ മുന്നിൽ വെക്കുകയാണ്. ആ നാച്ചുറലിസത്തിന്റെ കുറെ അസംഷൻസ് മുന്നോട്ട് വെച്ചിട്ട് ആദ്യം തന്നെ അത് തീരുമാനിച്ചതിന് ശേഷം പിന്നെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ, ഈ ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറത്തേക്കൊന്നുമില്ല, ആത്മാവില്ല, ദൈവമില്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരു അസംഷൻസ് ആയി ആദ്യം വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ പ്രോസസ്സുകളുടെ ആകത്തുക മാത്രമാണ് നമ്മൾ എന്ന് പറയുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മറ്റൊരു വിശ്വാസം മാത്രമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഈ പ്രാപഞ്ചികമായ ഭൗതികതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാപഞ്ചികത്തിന് അതീതമായിട്ടുള്ള, പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അതീതമായിട്ടുള്ള പലതുമുണ്ട്. അല്ലെങ്കിൽ മനസ്സുണ്ട്, ആത്മാവുണ്ട്, റൂഹുണ്ട്, നഫ്സ്, റൂഹ് വേറെ വേറെയാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കേവലമായിട്ടുള്ള ഒരു ഭൗതിക പ്രോസസ്സുകൾ മാത്രമല്ല നമ്മൾ. അപ്പോൾ ഈ ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, അവർക്കെല്ലാം കുറെ ആറ്റത്തിന്റെ കുറെ റീഅറേഞ്ച്മെന്റ്സ് മാത്രമാണ്. അവരുടെ വീക്ഷണപ്രകാരം നമുക്ക് ഒരു മുഹ്സിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇവിടെ ഒരു മരത്തടിയും തമ്മിൽ വെച്ചാൽ
മരത്തടി കുറച്ച് ആറ്റംസ് വേറെ രൂപത്തിൽ വെച്ചു, മുസിനെ ഇങ്ങനെ ആക്കി വെച്ചു. അവർ മരത്തടിനെ ഒരു പിക്കാസ് എടുത്ത് അടിച്ചാലും മുസിനെ അടിച്ചാലും കുറച്ച് ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ആവുന്നതേ ഉള്ളൂ. അവരുടെ ലോകവീക്ഷണ പ്രകാരം അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. മരത്തടിയും ഒരു മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്, മരത്തടിയും ഒരു ജീവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വെറും കേവലം ആറ്റത്തിന്റെ റീഅറേഞ്ച്മെന്റ്സ് മാത്രമല്ല, അവിടെ ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കേന്ദ്രം എവിടെ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നത്. അത് ഹൃദയമാണ്, അല്ലെങ്കിൽ കൽബാണ്, മനസ്സാണ് എന്നുള്ളത് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നു. മാത്രമല്ല, ഈ ഹൃദയം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ മൊറാലിറ്റിയായി ബന്ധപ്പെട്ട് ഉള്ള ചിന്തകൾ, അതൊരു നല്ല മനുഷ്യനാക്കാനുള്ള സംഗതിയെ കുറിച്ചാണ് ഇസ്ലാം പറഞ്ഞത്. ഇപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. വഇന്ന ഫിൽ ജസദിൽ മുദ്അ, ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് ശരിയായി കഴിഞ്ഞാൽ, അത് നന്നായാൽ ബാക്കിയുള്ള ശരീരം മുഴുവൻ നന്നാകും. അപ്പൊ ഇവിടെ ഒരു മോറൽ പെർസ്പെക്റ്റീവുള്ള നന്നാകലാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യനെ കണ്ടിട്ട് അവൻ നല്ലൊരു മനുഷ്യൻ, എല്ലാ നിലക്കും ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ത് നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയില്ല. കാരണം ബുദ്ധി, ആ പ്രോസസ്സിംഗ് കഴിവ് ഒരുപക്ഷെ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ആ പ്രോസസ്സിംഗ് കഴിവല്ല ഒരാളെ നന്നാക്കുന്നത്. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. ഖുർആൻ എന്തിനാ നന്നാക്കുന്ന കാര്യമാണ് പറയുന്നത്? ഈ പ്രോസസ്സിംഗ് കഴിവ് നല്ല അടിപൊളി കഴിവാക്കുക, അത് വേണ്ടതാണ് കേട്ടോ. നമുക്ക് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ആ ബുദ്ധിശക്തി എന്നുള്ളതല്ല അൾട്ടിമേറ്റ്. കുറേ നല്ല ബുദ്ധിയുള്ള ഒരാൾ എന്നുള്ളത് കൊണ്ട് നല്ല ആളെന്ന് വരൂല. അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നല്ല ഭയങ്കര ചിന്തകരായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായി അറിവുള്ള ആളുകൾ പലപ്പോഴും വളരെ മോശം ജീവിതം നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല ജീവിതവും നയിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അവിടെ ആ ബുദ്ധിശക്തി എന്നുള്ളതല്ല അവിടെ ഒരാളെ നന്നാക്കുന്നതും മോശമാക്കുന്നതും, മറിച്ച് അത് മനസ്സാണ്. മനസ്സ് നന്നായാൽ മൊത്തം നന്നാവും, മനസ്സ് മോശമായാൽ മൊത്തം മോശമാകും. മാത്രമല്ല, ഈ വചനത്തിന്റെ അവസാന ഭാഗം കുറച്ചുകൂടി ശ്രദ്ധേയമാണ്. അതിൽ പറയുന്നത് അമഅല ഖുലൂബിൻ അഖ്ഫാലുഹ എന്നാണ്. അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണെന്ന്. അപ്പൊ നമ്മൾ ഈ ഖുർആനെ കുറിച്ചും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നില്ല എങ്കിൽ അവിടെ ശരിക്കും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചിന്തകൾക്ക് പൂട്ടിടലാണ് എന്ന രൂപത്തിലാണ് ഖുർആൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ പോലും ഖുർആൻ വളരെ ശക്തമായി വിമർശിക്കുകയാണ്. ഇപ്പോൾ പല ആളുകളും ഞങ്ങൾ ഫ്രീ തിങ്കേഴ്സ് ആണ്, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് പറയാം. പക്ഷെ അവർ പലപ്പോഴും പല വിഷയങ്ങളും വരുമ്പോൾ അവർ സ്വതന്ത്ര ചിന്ത അല്ല പലപ്പോഴും, ഭയങ്കര കുടുങ്ങിയ ഒരു ഭയങ്കര കുടുസായ ഒരു ചിന്താഗതിയാണ് അവർക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. പല വിഷയങ്ങളിൽ ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ കാരണം എന്താണ്, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ അവരുടെ ചിന്താഗതി എത്രത്തോളം മുരടിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവര് നമ്മൾ പലപ്പോഴും ചർച്ചയിലൊക്കെ കാണുന്ന അവർ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒന്ന് ചോദിക്കണ്ട, അല്ലെങ്കിൽ ആലോചിക്കണ്ട, പറയണ്ട, അത് ആ ചർച്ചയെ ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ പറഞ്ഞ. ഇപ്പൊ നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ഇതൊന്നും അവർക്ക് കേൾക്കാൻ കഴിയൂല, അല്ലെങ്കിൽ അത് കേൾക്കണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ പൂട്ടിട്ട് വെച്ചതുപോലെയുള്ള ഹൃദയങ്ങൾ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഖുർആൻ പറഞ്ഞ ആ കാര്യം അത് വളരെ കൃത്യമാണ്. മനസ്സാണ്, മനസ്സിന്റെ പരിവർത്തനത്തെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. അത് കേവലം ഒരു ബുദ്ധിശക്തി എന്നുള്ളതിലേക്കല്ല നമുക്ക് വിരൽ ചൂണ്ടുന്നത്. ബുദ്ധിശക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോക്കിന് ബുദ്ധിശക്തി ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ പ്രോസസ്സിംഗ് കഴിവ് കൂടി എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ നന്നാവില്ല. ആ പ്രോസസ്സിംഗ് കഴിവ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടും ഒരു മനുഷ്യൻ മോശമാവാനും പോകുന്നില്ല. എന്നാൽ മനസ്സ് നന്നായാൽ മൊത്തം ആ ബുദ്ധിശക്തിയെ അടക്കം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സ് നന്നായി കഴിയും. മനസ്സ് മോശമായാൽ അത്രയും സൂപ്പർ കമ്പ്യൂട്ടറുകളോളം ബുദ്ധിയുള്ള ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിലപ്പം 10,000-കണക്കിന് ആൾക്കാർ ആറ്റം ബോംബ് ഇട്ട് കൊല്ലാനായിരിക്കും ആ ബുദ്ധിശക്തി ഉപയോഗിക്കുക. നമ്മൾ കണ്ടതാണ്, ലോകത്ത് നമ്മൾ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ആളുകൾക്ക് ഭയങ്കര ബുദ്ധിശക്തിയുള്ള ആൾക്കാർ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നോളജികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രമൊക്കെ ലോകത്ത് ഊർജ്ജ വിപ്ലവം സാധ്യമാക്കാവുന്ന ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷെ ആ കണ്ടുപിടുത്തങ്ങൾ അത്രയും ബുദ്ധിശക്തിയുള്ള ആൾക്കാർ അവരുടെ മനസ്സ് മോശമായതുകൊണ്ട് ഉപയോഗിച്ചത് 10,000-കണക്കിന് ആൾക്കാരെ കൊന്ന് തള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, ആ ബുദ്ധിശക്തി കൂടിയാലും കുറഞ്ഞാലും മനസ്സ് നന്നായാൽ മൊത്തം നന്നാവും, മനസ്സ് മോശമായാൽ മൊത്തം മോശമാകും. ആ മനസ്സിന്റെ പരിവർത്തനത്തെക്കുറിച്ചാണ്, ആ മനസ്സിന് പൂട്ടിടുന്നതിനെ കുറിച്ചാണ്, ആ മനസ്സ് നന്നാവുന്നതിനെ കുറിച്ചാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ആ മനസ്സ് നന്നാവുക തന്നെയാണ് പരിഹാരം എന്നുള്ളതാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ മറ്റ് വചനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.